ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇപ്പോൾ വന്ന വീഡിയോ 1200 VA ഇൻവെർട്ടറിൽ നമുക്ക് എങ്ങനെ ഒരു ഇൻഡക്ഷൻ കുക്കർ വർക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളതിനെ പറ്റിയുള്ള വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇതൊരു ജസ്റ്റ് ഇൻഫർമേഷൻ മാത്രമാണ്, ഇതൊരു പ്രാക്ടിക്കൽ അല്ല. എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 1200 VAയിൽ നമുക്ക് എന്തായാലും 1200 വാട്ട്സിൻ്റെ ഇൻഡക്ഷൻ കുക്കർ വർക്ക് ആവത്തില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ എന്നാലും എങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളതിനെ പറ്റിയാണ് ഞാൻ ഈ പറയുന്നത്. ഇതിൽ ഞാൻ കൊടുത്തേക്കുന്നത് പ്രസ്റ്റീജിൻ്റെ 1400 വാട്ട്സിൻ്റെ 1600 വാട്ട്സിൻ്റെ ഇൻഡക്ഷൻ കുക്കറാണ്. ഇത് 1200 VA മാത്രം കപ്പാസിറ്റി ഉള്ള ഒരു ഇൻവെർട്ടറാണ്. ഹൈക്കോണിൻ്റെ ഹാലോ ഇൻവെർട്ടറാണ്. ഓക്കെ, നമുക്കിത് വർക്കാവുമോ എന്ന് നോക്കാം. കണക്ഷൻ നോക്കുക. ഇൻഡക്ഷൻ കുക്കറിൽ നേരിട്ട് തന്നെ നമ്മൾ ഇൻവെർട്ടറിൻ്റെ ബാക്ക് സൈഡിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റീഡിങ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൊബൈലും ചെയ്തിട്ടുണ്ട്, എത്ര പവർ എടുക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമുക്കിതിനകത്ത് ഇൻഡക്ഷൻ കുക്കർ പ്രവർത്തിക്കാൻ നോക്കാം. അതിനായിട്ട് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുകയാണ്. ഇപ്പോൾ നമ്മളിങ്ങനെ നേരിട്ട് ഇത് പ്രവർത്തിപ്പിക്കാൻ പറ്റത്തില്ല. അതിന് വേറൊരു കാര്യം നമുക്ക് ചെയ്യാം. ജസ്റ്റ് ഇച്ചിരി പവർ കുറയ്ക്കാൻ വേണ്ടി ഈ ഒരു തുണി അതിൻ്റെ പുറത്തേക്ക് വെക്കാം. ഇൻഡക്ഷൻ കുക്കറിൻ്റെ പുറത്ത് ഒരു ഒരു ടവൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻഡക്ഷൻ കുക്കറിൻ്റെ ഇങ്ങനെയുള്ള ഒരു പ്രഷർ കുക്കറിൻ്റെ ഒരു പാത്രം വെക്കുന്നു. ഇതിൽ വെള്ളമുണ്ട്. നമുക്ക് ഒന്ന് ഓൺ ചെയ്യാം. വർക്കാവോ എന്നും പരീക്ഷിക്കാം. ടവൽ സിംഗിൾ ഡയർ ആക്കിയിട്ടുണ്ട്. ഞാൻ കൊടുത്തു നോക്കിയാണ്, കൊടുത്തിട്ടുണ്ട്. വർക്കാവുന്നുണ്ട്. നോക്കുക. അത് വേറെ കാര്യങ്ങളൊന്നുമില്ല. ബാക്ക് സൈഡ് നോക്കുക. ഇൻഡക്ഷൻ 687 വാട്ട്സ് മാത്രമാണ് എടുക്കുന്നത്. ഇൻഡക്ഷൻ കുക്കർ വർക്കാവുന്നുണ്ട്. ഇതിനകത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇൻഡക്ഷൻ കുക്കർ 82% ലോഡാണ് എടുക്കുന്നത്. നോക്കുക. സോറി, ഇൻഡക്ഷൻ കുക്കർ അല്ല, നമ്മുടെ ഇൻവെർട്ടർ. ഈ ഇൻവെർട്ടറിൽ ഇൻവെർട്ടർ ഫ്രിഡ്ജ് വർക്കാവും, മിക്സി വർക്കാവും. സാധാ ഫ്രിഡ്ജ് വർക്കാവത്തില്ല, ഇൻവെർട്ടർ ഫ്രിഡ്ജിന് ഇച്ചിരി പവർ കുറവാണല്ലോ, അതുകൊണ്ട് അത് വർക്കാണ്ട്. 83% ലോഡാണ് എടുക്കുന്നത്. ഓക്കെ, 83% ലോഡാണ് ഇപ്പോൾ എടുക്കുന്നത്. വെള്ളം അതിൻ്റെ പുക വരുന്നുണ്ട്, ചൂടായിട്ടുണ്ട്. എത്ര സമയം എടുക്കുമെന്ന് നമുക്കറിയാം. അതൊക്കെ ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിക്കാം. ഇതിനകത്ത് 1400 വാട്ട്സാണ് ഇൻഡക്ഷൻ കുക്കറിൽ കാണിക്കുന്നത്. പക്ഷേ നമ്മൾ ഈ തുണി വെച്ചത് കൊണ്ട് നമുക്ക് അത്രയും വാട്ട്സ് എടുക്കത്തില്ല. കറക്റ്റ് വാട്ട്സ് ഏകദേശം 704 വാട്ട്സാണ് എടുക്കുന്നത്. നമുക്ക് 706 വാട്ട്സാണ് ഇപ്പോൾ എടുക്കുന്നത്. ഇതിൽ ജസ്റ്റ് ഇൻഫർമേഷന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യുന്നില്ല, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം തിളക്കാൻ എത്ര സമയം നമുക്ക് വേണമെന്ന് അറിയണമല്ലോ. ഈ ഇൻവെർട്ടർ 1200 VA ആണ് കപ്പാസിറ്റി, 960 മാക്സിമം പവർ. പിന്നെ നമുക്ക് അത്യാവശ്യം മിക്സി, ഇൻവെർട്ടർ ഫ്രിഡ്ജ്, പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ വർക്കാവും.
സാധാ ഫ്രിഡ്ജ് വർക്കാവത്തില്ല. സാധാ ഫ്രിഡ്ജ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ലോഡ് ഭയങ്കര കൂടുതലായതുകൊണ്ട് ഫ്രിഡ്ജുകളൊക്കെ സാധാരണ വർക്കാവത്തില്ല. പക്ഷേ ഇൻവെർട്ടർ ഫ്രിഡ്ജിനകത്ത് വർക്കാവുമെന്നാണ് ഇതിന് പറയുന്നത്. ഇത് ഇൻബിൽറ്റ് ലിഥിയം ബാറ്ററിയാണ്. മറ്റേ സോളാറൊന്നും സപ്പോർട്ട് ആവത്തില്ല. ഇനി സോളാർ അതിനകത്ത് സപ്പോർട്ട് ചെയ്യാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. വെള്ളം ചെറുതായിട്ട് തിളച്ച് വരുന്നത് നോക്കാം. ഇപ്പോൾ 728 വാട്ട്സാണ് എടുക്കുന്നത്. 728 വാട്ട്സ്, 731 വാട്ട്സ് എടുക്കുന്നുണ്ട്. വെള്ളം തിളച്ചു. നമുക്ക് 1200 വാട്ട്സിൽ ഇൻഡക്ഷൻ കുക്കർ റൺ ചെയ്യിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. 1200 വാട്ട്സിൽ 1400 ഇൻവെർട്ടർ നമ്മളിപ്പോൾ വർക്ക് ചെയ്യിപ്പിക്കുകയാണ്. വെള്ളം തിളച്ചു നോക്കുക. ഏകദേശം 3-4 മിനിറ്റ് കൊണ്ട് ഒരു നല്ലൊരു ഗ്ലാസ് വെള്ളം തിളച്ചു. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ജസ്റ്റ് ഇൻഫർമേഷൻ വേണ്ടി പാസ് ചെയ്തു എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന സൂക്ഷിച്ചു. ഇപ്പം 735 വാട്ട്സാണ് ഈ ഇൻവെർട്ടർ എടുക്കുന്നത്. ഓക്കെ, താങ്ക് യു.